പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്ര നടനും നിർമ്മാതാവുമാണ് മമ്മൂട്ടി. കോട്ടയം ജില്ലയിലെ വൈക്കത്ത് ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. കൊച്ചി മഹാരാജാസ് കോളേജിൽ നിന്നും പ്രീ ഡിഗ്രിയും എറണാകുളം ലോ കോളേജിൽ നിന്ന് LLBയും കരസ്ഥമാക്കിയതിനു ശേഷം മഞ്ചേരിയിൽ 2 വർഷം സേവനം അനുഷ്ഠിച്ചു. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലാണ് ആദ്യം അഭിനയിക്കുന്നത്. തുടർന്ന് അതേ വർഷം പുറത്തിറങ്ങിയ മേള, തൃഷ്ണ തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചു. മമ്മൂട്ടിക്ക് ആദ്യമായി താരപദവി നേടിക്കൊടുത്ത ചിത്രമാണ് യവനിക. ഇതിൽ അദ്ദേഹം അവതരിപ്പിച്ച ശക്തമായ പോലീസ് കഥാപാത്രം പിൽക്കാലത്ത് തരംഗമായി മാറി. ശേഷം അഹിംസ തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. 80കളിൽ പുറത്തിറങ്ങിയ കൂടെവിടെ, ആ രാത്രി തുടങ്ങിയ ചിത്രങ്ങളും ജനശ്രദ്ധ ആകർഷിച്ചു. മമ്മൂട്ടിക്ക് ആദ്യമായി മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും ഫിലിം ഫെയർ പുരസ്കാരവും നേടിക്കൊടുത്തത് അടിയൊഴുക്കുകൾ എന്ന ചിത്രമാണ്. തുടർന്ന് യാത്ര എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സ്പെഷ്യൽ ജൂറി പുരസ്കാരവും മികച്ച നടനുള്ള ഫിലിം ഫെയർ പുരസ്കാരവും അദ്ദേഹം സ്വന്തമാക്കി. 80കളിൽ പുറത്തിറങ്ങിയ ജനശ്രദ്ധ ആകർഷിച്ച ചില മമ്മൂട്ടി ചിത്രങ്ങളാണ് സന്ദർഭം, നീർക്കൂത്ത്, അതിരാത്രം തുടങ്ങിയവ. മമ്മൂട്ടി നായകനായി 1990-ൽ പുറത്തിറങ്ങിയ വളരെയധികം പരാമർശിക്കപ്പെട്ട കുറ്റാന്വേഷണ ചിത്രമാണ് ഒരു CBI ഡയറിക്കുറിപ്പ്. പിന്നീട് ഇതേ പശ്ചാത്തലത്തിൽ ജാഗ്രത, സേതുരാമയ്യർ CBI, നേരറിയാൻ CBI എന്നിങ്ങനെ 3 ചിത്രങ്ങൾ കൂടി പുറത്തിറങ്ങി. MD വാസുദേവൻ നായരുടെ അക്ഷരങ്ങൾ, സുഹൃതം, കേരളവർമ്മ, പഴശ്ശിരാജ തുടങ്ങിയ ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിലെ പ്രമുഖ ചാനലായ മലയാളം കമ്മ്യൂണിക്കേഷൻസിൻ്റെ രൂപീകരണം മുതൽ മമ്മൂട്ടി ചെയർമാനാണ്. കൈരളി, പീപ്പിൾ, വി എന്നീ ചാനലുകൾ മലയാളം കമ്മ്യൂണിക്കേഷൻസിൻ്റെ കീഴിലുള്ളതാണ്. മലയാളത്തിന് പുറമെ ഹിന്ദി, തെലുങ്ക്, കന്നഡ, തമിഴ് തുടങ്ങിയ അന്യഭാഷാ സിനിമകളിലും അദ്ദേഹം തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ചലച്ചിത്ര നടൻ ദുൽഖർ സൽമാൻ, സുറുമി എന്നിവർ മക്കളാണ്.